ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്വാധീനിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം, ഈശോ പറഞ്ഞതുപോലെ എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തട്ടെ. ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ യാചിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും, നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. എന്നാൽ കർത്താവിൻ്റെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ചിന്ത കർത്താവിൻ്റെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ഒരു കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കണം. നമ്മുടെയൊക്കെ ഉള്ളിലൂടെ കുറേ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്തിനോടാണ് ഒട്ടേണ്ടതെന്ന് നമുക്ക് തന്നെ പിടിയില്ല. ചിലപ്പോൾ നമ്മളൊക്കെ സാധാരണ നിലയ്ക്ക് എല്ലാ മനുഷ്യരും പല സുഖങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. സുഖങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരാണ് സാധാരണ രീതിയിൽ മനുഷ്യരെല്ലാവരും. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ പോലും അതിലെന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടാണ് ആ തിന്മ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുടെ ജീവിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, സഹോദരൻ, എന്തുകൊണ്ടാണ് ഈ കഞ്ചാവ്, ഇത് വലിയ വേദന ഉണ്ടെന്ന് എനിക്കറിയാലോ, നിൻ്റെ ജീവിതം തകർക്കുമെന്ന് എനിക്കറിയാലോ, പിന്നെ എന്തുകൊണ്ടാണ്? അത് വലിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ അതിലുള്ള വലിയ തിന്മയാണെങ്കിലും അവൻ അതിലുള്ള ആ ഒരു സുഖം അന്വേഷിച്ചിട്ടാണ് അവൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിനോടാണ് നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുന്തിരിവള്ളി ശാഖയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കും. എങ്ങനെ ചേർന്ന് നിൽക്കണമെന്ന് കർത്താവ് പറയുന്നത്? വെറുതെ കർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, പോരാ. കർത്താവ് പറയാതെ പോരാ. എങ്ങനെയാ? മുന്തിരിവള്ളി ശാഖയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പോലെ നിങ്ങളത് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേൻ. അതുപോലെ കർത്താവുമായിട്ട് ഒന്നായി തീരണം, അതുപോലെ കർത്താവുമായി ഒട്ടി നിൽക്കണം. അങ്ങനെ ഒട്ടി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. വെറുതെ പോയിട്ട് നമ്മൾ വേറൊരാളോട് ഒട്ടി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. വെറുതെ പോയിട്ട് ഒട്ടി നിന്നാൽ മതി. അതല്ല. കർത്താവ് പറയാ, കർത്താവ് വലിയ അഭിഷേകത്തോടുകൂടി പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവുമായി ഒന്നായി നിൽക്കുന്നത് പോലെ. അപ്പം എങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടത്? പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ക്രിസ്തു പിതാവുമായി ഒന്നായി നിൽക്കുന്നത് പോലെ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുക. നമ്മൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് അവനോട് ഒന്നായി നിൽക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ ചിന്തിച്ചാൽ ഇതൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എഫേസസ് ലേഖനത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ 1-ാമത്തെ അധ്യായത്തിൽ തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായിരിക്കാൻ, വിശുദ്ധരായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം എല്ലാവരെയും യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തുവിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെ എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഏലീഷ പ്രവാചകനെ ഏലിയ പ്രവാചകൻ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടുപോകുന്ന മനോഹരമായിട്ടൊരു ഭാഗമുണ്ട്. ഏലീഷ പ്രവാചകനെ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഏലിയ തിരഞ്ഞെടുത്തു. ഏലിയയോട് പറഞ്ഞു, നീ ഇവനെ തിരഞ്ഞെടുക്കുക, നിൻ്റെ പിൻഗാമിയായി, നിൻ്റെ കാലം കഴിയാറായി, നീ പോവാറായി. ഏലിയ എന്തൊരു എളിമയുള്ള പ്രവാചകനാണെന്നറിയാമോ? ഏലിയ പ്രവാചകൻ അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച്, ഞാൻ എന്നേക്കുമായിട്ട് ഈ അധികാരത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കണമെന്നില്ല ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരൊറ്റ കാര്യം ഒട്ടിച്ചേർന്ന് നിന്നിട്ടുള്ളൂ, അത് ദൈവമാണ്. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ, ദൈവം പറഞ്ഞതനുസരിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള മനസ്സ്. അങ്ങനെ ഏലീഷയുടെ അടുത്ത് ചെന്ന് ഏലീഷയെ തിരഞ്ഞെടുക്കുകയാണ്. ഏലീഷ അങ്ങനെ ഏലിയയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു. ഏലീഷയുടെ പ്രത്യേകതയും ഏലിയയുടെ പ്രത്യേകത തന്നെ ഏലീഷയും സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമാണത്. കർത്താവ് ഏലിയായെ ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കാൻ സമയമായപ്പോൾ
വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം. ദൈവത്തോട് ഇങ്ങനെ ചേർന്ന് നിന്ന മനുഷ്യനാണ് ഏലിയ, ഒട്ടിച്ചേർന്ന് നിന്ന മനുഷ്യനാണ് ഏലിയ പ്രവാചകൻ. അതേ സ്വഭാവം തന്നെ എലീഷാക്കി. അപ്പോൾ എലീഷായോട് പറഞ്ഞു, ഏലിയ പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, എനിക്ക് ബേഥേൽ വരെ പോകാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നീ ഇവിടെ നിന്നോ. പക്ഷേ ഏലീഷ എന്താ ചെയ്യണമെന്ന് അറിയാവോ? വചനം പറയുക, ഏലീഷ ഏലിയോട് പറഞ്ഞു, ഞാൻ അങ്ങയെ വിട്ടുമാറുകയില്ല, എന്ത് സംഭവിച്ചാലും ഒട്ടി നിൽക്കുകയാണ്, വിട്ടുമാറാതെ നിൽക്കുകയാണ്. ബഥേലെത്തി കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകൻ എലീഷയോട് വീണ്ടും പറഞ്ഞു, ഞാൻ ജെറീക്കോ വരെ പോവുകയാണ്, നീ ഇവിടെ നിന്നോ. അപ്പോൾ എലീഷ പ്രവാചകൻ വീണ്ടും പറയുക, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല, അങ്ങയെ വിട്ടുപോകുന്ന പ്രശ്നമില്ല, അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രശ്നമില്ല, എനിക്ക് അങ്ങയുടെ കൂടെ ആയിരിക്കണം. വീണ്ടും കർത്താവ് ഏലിയ പ്രവാചകൻ ജെറിക്കോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എലീഷയോട് പറഞ്ഞു, ഇവിടെ നിൽക്കുക, എനിക്ക് ജോർദാനിലേക്ക് പോകണം. വീണ്ടും എലീഷ പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ എന്ത് സംഭവിച്ചാലും അങ്ങയെ വിട്ടുമാറുകയില്ല. അങ്ങനെ ജോർദാനിലെത്തുകയാണ്. തൻ്റെ മേലങ്കി എടുത്തടിച്ച് ജോർദാൻ നദി രണ്ടായി പകുത്ത് ഏലിയ പ്രവാചകൻ എലീഷ പ്രവാചകനും അങ്ങനെ നടന്നു പോവുകയാണ്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വിട്ടുപിരിയാതെ ഇങ്ങനെ പോവുകയാണ്. വിട്ടുപിരിയാത്ത സ്നേഹം, വിട്ടുപിരിയാത്ത, കർത്താവുമായിട്ട് ഒരിക്കലും വിട്ടുപിരിയാത്ത. എലീഷയും അങ്ങനെയാണ് കാണിച്ചു തരുന്നത്. അവർ അധികാരത്തോടോ മറ്റാഗ്രഹങ്ങളോടോ സമ്പത്തിനോടോ ഒന്നും ഒട്ടിച്ചേരാനായിട്ട് താല്പര്യം കാണിക്കണില്ല. പിന്നെ എന്തിനോടോ താല്പര്യം? ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ഏലീഷ പ്രവാചകൻ ഏലിയായോട് ചേർന്ന് നിൽക്കുകയാണ്. അതുവരെയും ഏലീഷ പ്രവാചകൻ ആ വലിയ അഭിഷേകം കിട്ടിയിരുന്നില്ല. അവസാനം ഏലിയ പ്രവാചകൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇരട്ടി അഭിഷേകം വേണം. ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇരട്ടി അഭിഷേകം കിട്ടും. ഏലിയ പ്രവാചകൻ പറയുന്നത് ദുഷ്കരമാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവമാണ് ഇതൊക്കെ തരണത്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം ചെയ്തത് എന്താണെന്നറിയാവോ? ദൈവം അയച്ച വ്യക്തിയോട് ഇദ്ദേഹം ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് കർത്താവ് അവന് ഇരട്ടി അഭിഷേകം കൊടുക്കുകയാണ്. ഏലീഷയ്ക്ക് ഇരട്ടി അഭിഷേകം ദൈവം കൊടുക്കും. ഒട്ടിച്ചേർന്ന് നിൽക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഞാൻ പഴയ നിയമത്തിലേക്ക് വീണ്ടും ഒന്ന് പോവുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ആ രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ രാജാവിൻ്റെ പ്രത്യേകത, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹെസക്കിയ രാജാവിൻ്റെ പ്രത്യേകത പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഹൃദയം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു. എങ്ങനെ നിന്നത്? അവൻ്റെ ഹൃദയം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. ഈശോ വെറുതെ പറഞ്ഞതൊന്നുമല്ല. മുന്തിരിവള്ളി ശാഖയോട് ഒട്ടിച്ചേർന്ന പോലെ ചേർന്ന് നിൽക്കണമെന്ന് ദൈവം വെറുതെ പറഞ്ഞ ഒരു കാര്യം അല്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം എവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കണമെന്ന് നോക്കണം. എൻ്റെ ഹൃദയം എവിടെയാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതെന്ന് ശ്രദ്ധാപൂർവ്വം ഒന്ന് നോക്കുക. മദ്യം നിർത്താൻ വന്ന ഒരു സഹോദരൻ അവൻ്റെ വീട്ടിലേക്ക് സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അവൻ്റെ വീട്ടിലേക്ക് അവൻ വിളിച്ചു പറയാം, നോക്കിയാൻ, എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് നിങ്ങൾ വന്ന് കൊണ്ടുപോയേക്കണം. 1 മാസമല്ല 6 മാസം എന്നെ അവിടെ ഇട്ടാലും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഒരു മാറ്റവും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്താ ഇവന് ഇരട്ടി അഭിഷേകം കിട്ടാത്തത്? ധ്യാനം സംബന്ധിച്ചു, പ്രാർത്ഥനകളിൽ സംബന്ധിച്ചു, പക്ഷേ ഇവന് അഭിഷേകം കിട്ടുന്നില്ല, ഇവന് കൃപ കിട്ടുന്നില്ല. എന്താ അതിൻ്റെ കാരണം എന്ന് ഞാൻ ആലോചിച്ചു എൻ്റെ സഹോദരങ്ങളെ. അവസാനം എനിക്ക് മനസ്സിലായി, പറയാൻ വിഷമമുണ്ട്. ഇവൻ്റെ അഭിഷേകം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവന് വേറൊരു സ്ത്രീ, ഇവൻ്റെ ഭാര്യയല്ലാതെ വേറൊരു സ്ത്രീയുമായി അവിശുദ്ധമായ ഒരു ബന്ധം അവൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തോട് ഒട്ടിച്ചേരാനായിട്ട് അവന് ഒരിക്കലും പറ്റില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ വേറൊരു സംഗതിയുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ വേറൊരു സംഗതിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുക. അവന് എന്നോട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എനിക്ക് ഫോണൊന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം അവന് കൊടുത്തു. അവൻ എന്താ ചെയ്തെന്ന് അവൻ്റെ ഭാര്യനല്ല വിളിച്ചത് എൻ്റെ സഹോദരങ്ങളെ, അവൻ ഈ സ്ത്രീയാണ് വിളിച്ചത്. എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമാണത്. എന്നിട്ട് ആ നമ്പർ അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവൻ്റെ ഫോണിൽ നിന്ന് ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവൻ്റെ തൊട്ടപ്പുറത്ത് വേറെ സഹോദരൻ നിൽക്കുന്ന അവൻ കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ അവൻ ഈ
ആവശ്യമില്ലാത്ത സ്ത്രീകളെ വിളിച്ചത്. അവൻ്റെ ഭാര്യയെ അവൻ അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ പേരിനൊന്ന് വിളിച്ചു, ഞാനിവിടെ ഉണ്ട്, എന്നെ വന്ന് വേഗം കൊണ്ടുപോയേക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം അവൻ്റെ ഭാര്യയെ വിളിച്ചു. ബാക്കി ശൃംഗാരങ്ങളും കാര്യങ്ങളൊക്കെ വേറൊരു സ്ത്രീയുടെ അടുത്ത്. എൻ്റെ സഹോദരൻ, ഇവന് എപ്പോഴെങ്കിലും ഇരട്ടി അഭിഷേകം അവൻ്റെ ജീവിതത്തിൽ കിട്ടുമോ? എപ്പോഴെങ്കിലും അവന് ദൈവവുമായി ഒട്ടിച്ചേരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു പറ്റില്ല. യാക്കോബിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഒരു കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനയും ലംഘിക്കുന്നു. എൻ്റെ ഒരു കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനയും ലംഘിക്കുന്നു. അതുകൊണ്ട് ഇവന് ഒരിക്കലും ഒട്ടിച്ചേരാൻ പറ്റാത്തത്. സഹോദരൻ, നമ്മുടെ സംസ്കാരം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരം ഭയങ്കരമായിട്ടുള്ളൊരു സംസ്കാരമാണ്. യുവജനങ്ങളുടെയും എല്ലാവരുടെയും ഇടയിൽ ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ സംസ്കാരം വളരെയധികം മാറിപ്പോയി. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന് 7 സ്ത്രീകളുമായിട്ടാണ് അവന് ബന്ധം. നെഗറ്റീവായിട്ടുള്ള ബന്ധം, പോസിറ്റീവായിട്ടുള്ള ബന്ധമല്ല അച്ഛൻ പറയുന്നത്. 7 സ്ത്രീകളുമായി നെഗറ്റീവായിട്ടുള്ള ബന്ധം അവൻ്റെ ജീവിതത്തിൽ. എങ്ങനെ എൻ്റെ സഹോദരങ്ങൾ ഇതിനൊക്കെ ഒരു അതിജീവിക്കുക? 10ാം ക്ലാസ്സിൽ തോറ്റ് എത്തിയതാണ്. അതുകൊണ്ടാണ് 10-20 വയസ്സായി അവന്. പക്ഷേ അവന് ഈ ബന്ധം, നമ്മുടെ സംസ്കാരം ഏതാണ്ട് ഇതുപോലെയായി സഹോദരങ്ങളെ. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ, ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കാര്യം പറയാൻ വേണ്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദാനിയേലാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 4 യുവാക്കളെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സംസ്കാരം ഈ മക്കളിൽ നിന്ന് എടുത്തു കളയാതെ സംരക്ഷിക്കുന്നതെന്നും, എങ്ങനെ ദൈവത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാതെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന്, ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സംസ്കാരം, അതിനോട് ഒട്ടിച്ചേർന്ന് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക എന്നും ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 4 യുവാക്കൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനത്തിൽ അടിമകളായി പിടിച്ചു കൊണ്ടുവന്ന വ്യക്തികളിൽ നല്ല ഭംഗിയുള്ള, കഴിവുള്ള, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള യുവാക്കളെ കൊണ്ടുവരാനായിട്ട് ആദ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ സഹോദരങ്ങളെ, ഇസ്രായേലിലത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള യുവജനങ്ങളെ കൊണ്ടുവരികയാണ്. നമ്മുടെ സഭയിലും നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള ആളുകളെയാണ് പലപ്പോഴും ഏറ്റവും മോശമായ സംസ്കാരം പിടികൂടുന്നതെന്ന് നമ്മൾ മറന്നുപോയേക്കരുത്. പലപ്പോഴും പാവങ്ങളെ ഒരു കുഴപ്പമില്ലാണ്ട് അവർ മുന്നോട്ട് പോകാറുണ്ട്. ഏറ്റവും കഴിവുള്ളവരെയാണ് പലപ്പോഴും ഏറ്റവും മോശമായ സംസ്കാരം പിടികൂടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതാണ് കാരണം. നബൂഖദ്നേസർ രാജാവ് അവരെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്നു. കുറേ പേരെ കൊണ്ടുവന്നതിൽ എല്ലാവർക്കുമായിട്ടുള്ളൊരു നിർദ്ദേശം നബൂഖദ്നേസർ രാജാവ് ഇങ്ങനെ കൊടുത്തത്, ഇവരെ കൽദായ ലിപി പഠിപ്പിക്കണം, കൽദായ ഭാഷ പഠിപ്പിക്കണം, അതായത് ഈ രാജ്യത്തിൻ്റെ ഭാഷ പഠിപ്പിക്കണം, ഇവരെ സംസ്കാരം പഠിപ്പിക്കണം, ഈ രാജ്യത്തിൻ്റെ ബാബിലോൺ സംസ്കാരം പഠിപ്പിക്കണം എന്ന് വചനം, ദാനിയേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അവരോട് പറയുക, നബൂഖദ്നേസർ രാജാവ് ഏറ്റവും ബെസ്റ്റ് ഭക്ഷണം അവർക്ക് കൊടുക്കണം. രാജാവ് കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണം അവർക്ക് കൊടുക്കണം. ഏറ്റവും ബെസ്റ്റ് വീഞ്ഞ് ഇവർക്ക് കൊടുക്കണം. അങ്ങനെ 3 വർഷം ഇവരെ നോക്കണം. 3 വർഷം ഇവരെ നോക്കിയതിന് ശേഷം ഇവരെ എൻ്റെ ജോലിക്ക് വേണ്ടി അവരെ ഒരുക്കി എനിക്ക് തരണം. ഇതാണ് നബൂഖദ്നേസർ രാജാവ് പറഞ്ഞത്. നമ്മുടെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ കൊടുക്കുകയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഗതികളെല്ലാം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു പോകും, ഇതൊക്കെ നല്ലതല്ലേ, രാജാവിൻ്റെ ഭക്ഷണം കഴിക്കാം, രാജാവ് കുടിക്കുന്ന വീഞ്ഞു കുടിക്കാം, അന്ന് ഏറ്റവും പ്രബലമായ രാജ്യത്തിൻ്റെ ഭാഷയും ലിപിയും അവിടെ ജോലിയും എല്ലാം ലഭിക്കും, നല്ലതല്ലേ? നമ്മൾ മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സഹോദരങ്ങളെ, എല്ലാവരും അതിൽ വീണു പോകും. എല്ലാവരും അതിൽ വീണു പോകാത്ത 4 യുവജനങ്ങളാണ് ഇസ്രായേലുണ്ടായിരുന്നത്. 4 മിടുക്കരായിട്ടുള്ള യുവജനങ്ങൾ. അവരുടെ പേര് വചനം പറയുന്നുണ്ട്. ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്ന 4 പേര്. ഇവരുടെ പേരുകളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. ദാനിയേലിനെ ബൽതെഷാസർ എന്നാണ് പേര് വിളിക്കുന്നത്. അങ്ങനെ വേറെ വേറെ പേരുകളൊക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർ പേരുകൾ തന്നെ കംപ്ലീറ്റ് മാറ്റുന്നുണ്ട്. എന്നാൽ ഈ 4 സഹോദരങ്ങൾ ഈ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായി മനസ്സായില്ല. ഇവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യണില്ല. അപ്പോൾ അവിടെ ഭക്ഷണം കൊടുത്തിരുന്ന ആൾ, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആൾ ഇവരുടെ അടുത്ത് വന്ന് പറയും, നീ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, നീ രാജാവ് കഴിക്കുന്ന പാനീയങ്ങൾ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, നീ ഇത് ചെയ്തേ പറ്റൂ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെയ്യില്ല, കാരണം കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുതെന്ന്. അപ്പോൾ ഇവരുടെ ഹൃദയം എവിടെയാണ് ഒട്ടിച്ചേർന്ന് നിന്നത്? കർത്താവ്. ഒരു സുഖം വരുമ്പോഴേക്കും കർത്താവിൻ്റെ വചനം മറക്കുന്നവരാണ് എല്ലാവരും. കർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, കർത്താവ് വേണമെന്ന് പറഞ്ഞാൽ വേണം.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനായ വൈദികനാണ് കനേസിയൂസ് അച്ഛൻ. CMI സഭയിലെ ജനറലൊക്കെ ആയിരുന്ന കനേസിയൂസ് അച്ഛൻ. കനേസിയൂസ് അച്ഛൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം അത് മാത്രം, ദൈവത്തോട് മാത്രം ഒട്ടിച്ചേരുക. അപ്പോൾ ഈ 4 സഹോദരങ്ങൾ, ഹനനിയ, മിഷായേൽ, അസറിയ, ദാനിയേൽ, ഇങ്ങനെ 4 പേര് അവരോട് പറഞ്ഞു, ഈ ഇവരെ നോക്കാൻ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, ഞങ്ങൾ പച്ചക്കറി കഴിച്ചോളാം, പന്നിമാംസവും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങളുടെ കർത്താവിന് അത് ഇഷ്ടമല്ല. പച്ചക്കറി കഴിച്ച് 10 ദിവസം കഴിയുമ്പോൾ ഈ മാംസവും കാര്യങ്ങളൊക്കെ കഴിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് നിൽക്കുന്ന ആളുകളുമായിട്ട് ഞങ്ങളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, എന്നിട്ട് ഞങ്ങൾ ക്ഷീണിതരായി കാണപ്പെട്ടാൽ നീ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാം. ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ദൈവത്തിൻ്റെ സംസ്കാരം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ ജീവിതം തകർന്നു പോകില്ല, എൻ്റെ ജീവിതം നഷ്ടമായി പോവില്ല. അത് ഭയങ്കര ഒരു വിശ്വാസമല്ലേ? ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ്. എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അനുസരിച്ചാൽ എൻ്റെ ജീവിതം നശിച്ചു പോകുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഇവരങ്ങനെ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ദാനിയേലും മറ്റ് 3 സഹോദരങ്ങളും ഏറ്റവും മിടുക്കന്മാരായിട്ട്, മറ്റൊരാൾ മിടുക്കന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇയാൾക്ക് തന്നെ അത്ഭുതമായി, ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നത്? ഈ പച്ചക്കറി മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിക്കണേ? എൻ്റെ ഒരു സുഹൃത്ത് സഹോദരങ്ങളെ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അവൻ അമേരിക്കയിൽ ജോലി കിട്ടിപ്പോയി കഴിഞ്ഞിട്ട് അവൻ്റെ അപ്പ അപകടത്തിൽ പെട്ട് വേദന അനുഭവിക്കുന്ന സമയത്ത് നോക്കാൻ ആരുമില്ല. അമേരിക്കയിൽ അവൻ ജോലി ചെയ്യുക, അവൻ്റെ ജോലി കളയണം, അപ്പയെ നോക്കാൻ വരണമെന്നുണ്ടെങ്കിൽ. അവൻ പ്രാർത്ഥിച്ച് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു ജോലിയാണ്, വളരെ നല്ല ശമ്പളമുള്ള ജോലിയാണ്. അത് കളയണോ? നമ്മൾ എന്താ തിരഞ്ഞെടുക്കുക? ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണോ? നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ടാഞ്ചിബിളായിട്ട് കിട്ടുന്ന സുഖത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണോ? നമ്മൾ പെട്ടെന്ന് സുഖത്തിനോട്. പലരോടും അവൻ ഉപദേശം ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലടാ, ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ കിട്ടില്ല, അതായത് നന്നായി ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അവൻ പ്രാർത്ഥിച്ച് തീരുമാനം എടുത്തു. സഹോദരങ്ങളെ, ജോലി ഉപേക്ഷിച്ചേക്കാം, അപ്പനെ നോക്കാൻ പോയേക്കാം. കർത്താവിൻ്റെ വചനമുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവരെ ശുശ്രൂഷിക്കുക. അവർക്ക് കൊടുക്കാനുള്ളത് പണമായിട്ട് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ കടമ തീർന്നു എന്ന് വിചാരിക്കുന്നവരാണ് പലപ്പോഴും ഒരുപാട് സഹോദരങ്ങൾ. എന്നാൽ ഇവൻ അങ്ങനെ കരുതിയില്ല. നാട്ടിലേക്ക് ചെന്നു, അപ്പനെ ശുശ്രൂഷിച്ചു. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കമ്പനി തന്നെ വീണ്ടും ഇവനെ വിളിക്കുകയാണ്. കാരണം ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു മകൻ, അവനെ വിട്ടുകളയാൻ കമ്പനിക്ക് താല്പര്യമില്ല. അങ്ങനെ വീണ്ടും അവനെ അമേരിക്കയിലേക്ക് അതേ കമ്പനി തന്നെ കൂടുതൽ ഇൻസെൻറ്റീവ്സൊക്കെ കൊടുത്ത് അവനെ തിരികെ കൊണ്ടുവന്നു. കാരണം അവൻ്റെ ക്യാരക്ടർ കാരണം. സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് ആരാണ് നിരാശരായിട്ടുള്ളത്? നമ്മുടെ ഇഷ്ടത്തോട് ചേർന്ന് നിന്നിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെന്ന് നമ്മൾ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവിടെ ഈ 4 പേരെയും എൻ്റെ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിച്ചതിന് കയ്യും കണക്കില്ല. ഈ 3 പേരെ എടുത്ത് തീച്ചുളയിലേക്ക് എറിഞ്ഞ് അവർ കത്തിപ്പോകുമെന്ന് വിചാരിച്ച് 7 ഇരട്ടിയായിട്ട് ഫർണസ് കത്തിച്ചു, ആ തീച്ചുള കത്തിച്ചു. 7 ഇരട്ടിയായിട്ട് കത്തട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഒരു തരി പോലും അവനെ തൊടാൻ പറ്റിയില്ല ഒരെണ്ണത്തിന്. കർത്താവ് അവനെ കൂടുതൽ അഭിഷേകം നൽകി. ഇരട്ടി അഭിഷേകമാണ് സഹോദരങ്ങളെ. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ നമുക്കും ഇരട്ടി അഭിഷേകം. ആരും നമ്മളെ ആ കാര്യത്തിൽ തോൽപ്പിക്കാനായിട്ട് ഇടയാകരുത്. കർത്താവിൻ്റെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നമ്മൾ നിൽക്കണം. ഇവനെ കർത്താവ് അങ്ങനെ വീണ്ടും അവിടേക്ക് കൊണ്ടുപോയി ഇവനെ ഉയർത്തി. ഞാനും ഇന്നും അത്ഭുതത്തോടെ ആ സഹോദരനെ ഓർക്കുകയാണ്. അവൻ സാധാരണ ഒരു മനുഷ്യനും വിട്ടുകളഞ്ഞ് അവൻ തിരിച്ചു പോവുകയാണ്. എലയാസർ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. മക്കബായരുടെ പുസ്തകം 2-ാം പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ എലയാസർ എന്ന് പറയുന്ന ഒരു വൃദ്ധനെ നിങ്ങൾക്ക് കാണാം. എലയാസർ ഒരു വൃദ്ധനാണ്, നിയമജ്ഞനായ ആ മനുഷ്യൻ. അദ്ദേഹത്തെ രാജാവ് പന്നിമാംസം തീറ്റിച്ച്, രാജാവിൻ്റെ ദൈവത്തിന് നേർച്ചയർപ്പിച്ച മാംസം തീറ്റിച്ച്, അല്ലെങ്കിൽ നിന്നെ വധിച്ചു കളയുമെന്ന് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചുറ്റും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി. അവരാണ് ഈ വധശിക്ഷ നടപ്പാക്കണ തീരുമാനമെടുക്കുന്ന ആളുകൾ. അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാവോ? ഞാൻ നിനക്ക് പന്നിമാംസം എന്ന വ്യാജേനെ നിനക്ക് കഴിക്കാൻ പറ്റുന്ന മാംസം കൊണ്ടുവന്ന് നിനക്ക് തന്നേക്കാം, നീ അത് കഴിച്ചാൽ മതി. ഞങ്ങൾ രാജാവിനോട് വിളിച്ചു പറയാം, രാജാവേ, ഇദ്ദേഹം ആ മാംസം അങ്ങ് കൊടുത്തയച്ച നേർച്ച അർപ്പിച്ച മാംസം കഴിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം. എലയാസർ അവരോട് മറുപടി പറയുന്ന രംഗം, ഒരു വൃദ്ധനായ മനുഷ്യനാണ്,
പക്ഷെ ആരുടെ മുമ്പിൽ അഭിനയമില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. ഇദ്ദേഹം പറയുക, ഈ പ്രായമായിട്ടുള്ള ഞാൻ, 90 വയസ്സായ ഞാൻ ഇത് ചെയ്ത് എൻ്റെ യുവജനങ്ങൾക്ക് ദുർമാതൃക കൊടുക്കണമോ? എൻ്റെ ദൈവത്തെ ഞാൻ തള്ളിക്കളയണമോ? ഈ അവസാന കാലഘട്ടത്തിൽ എലയാസർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു എന്ന് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കണമോ? ഞാനില്ല എന്ന് പറഞ്ഞ ആ നിമിഷം ഉണ്ടല്ലോ സഹോദരങ്ങളെ, എലയാസറിൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും എലയാസറിനെതിരാവുകയാണ്. അവരെ എലയാസറിനെ ഭീഷണിപ്പെടുത്താനും ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി എലയാസറിൻ്റെ അടുത്ത്. അപ്പോൾ എലയാസർ പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവത്തോട് ഞാൻ ഒട്ടിച്ചേർന്ന് നിൽക്കാനേ ഉള്ളൂ. മനുഷ്യരോട് ഒട്ടിച്ചേർന്ന് ഈ പ്രശ്നമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. എന്താണെന്നറിയാവോ? കുറച്ച് കഴിയുമ്പോൾ അവർ നിൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൻ്റെ പാദസേവ നടത്തി അല്ലെങ്കിൽ നിൻ്റെ കൂട്ടായി നടന്നിരുന്ന ആളുകളൊക്കെ ഒരു പ്രത്യേക നിമിഷത്തിൽ നീ അവരുടെ ഇഷ്ടം നിറവേറ്റാനായി സമ്മതിക്കാത്ത സമയം വരുമ്പോൾ നിന്നെ തള്ളിക്കളയും, നിന്നെ വിട്ടുകളയും. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും എലയാസർ ചെയ്ത പോലെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഇതാണ് ഇരട്ടി അഭിഷേകത്തിനുള്ള വക എൻ്റെ സഹോദരങ്ങൾ. അതിന് ശേഷം എലയാസറിൻ്റെ പേരിൽ എല്ലാവർക്കും അഭിമാനം. എലയാസറിൻ്റെ പേരിൽ യുവജനങ്ങൾക്കൊക്കെ അഭിമാനം. അവരുടെ ഹീറോ ആയിട്ട് മാറി. വചനത്തിൽ എലയാസറിൻ്റെ പേര് നമ്മൾ കാണുകയാണ്. മക്കബായരുടെ 2-ാമത്തെ പുസ്തകത്തിൽ എലയാസറിൻ്റെ രക്തസാക്ഷിത്വത്തിന് വേണ്ടിയിട്ട് ഒരു അധ്യായം ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാവട്ടെ. ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ഇരട്ടി അഭിഷേകത്തോടെ നമ്മൾ പോകട്ടെ. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമ്മുടെ സംസ്കാരം മാടി വിളിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് അകലാനും. ദൈവത്തോട് ഈ എലയാസറിൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ, നിൻ്റെ ഹൃദയം ആരും അറിയുന്നില്ലല്ലോ, നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചോ, എവിടെ വേണമെങ്കിലും ഒട്ടിച്ചേർന്ന് നിന്നോ, അധികാരമോ സുഖമോ സമ്പത്തോ എവിടെ വേണമെങ്കിലും ഒട്ടിച്ചേർന്ന് നിന്നോ, അതാ നല്ലതടാ. എന്നിട്ട് പുറത്ത് അങ്ങനെ വ്യാജേന ജീവിച്ചാൽ മതി എന്ന് ലോകവും ഈ സംസ്കാരമൊക്കെ നമ്മുടെ അടുത്ത് പറയും. ഒരു പക്ഷേ അതൊക്കെ വിട്ടേക്കെന്നും പറയും. ദൈവമോ അതിനൊക്കെ വിട്ടേക്ക് എന്ന് നമ്മുടെ അടുത്ത് പറയും. അവിടെയൊക്കെ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം, ദൈവവചനത്തിലുണ്ട് ഒരു കാര്യം. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ലോന മുത്തപ്പനെ വലിയ ഇഷ്ടമാണ്. ജോൺ നെബുംസിയാൻ, പറപ്പൂരും പറപ്പൂക്കരയും പള്ളിയിലെ വിശുദ്ധനാണ്. അദ്ദേഹം ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഒരിക്കലും മടി കാണിക്കാത്ത മനുഷ്യൻ. നാവ് കളഞ്ഞപ്പോഴും അദ്ദേഹത്തെ രാജാവ് വധിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴും ഒരിക്കലും അതിന് തയ്യാറാകാത്ത ആ മനുഷ്യൻ, ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്ന മനുഷ്യൻ. അതുപോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരു മാതൃകയാകാം. വീട്ടിൽ, നാട്ടിൽ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ആത്മാർത്ഥമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായി നമുക്ക് മാറാം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവവചനം അനുസരിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും മാതാപിതാക്കളും സഹോദരനും സഹോദരിയും എല്ലാം. ഈശോയെ, അങ്ങയുടെ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. അങ്ങയുടെ വചനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ, അങ്ങയുടെ വചനം എല്ലാ ദിവസവും വായിക്കാൻ, വായിച്ച വചനത്തോട് വിശ്വസ്തത പുലർത്താൻ, മറ്റ് സംസ്കാരങ്ങളിലെല്ലാം പോയി തലവയ്ക്കാതിരിക്കാൻ എന്നെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അമ്മ വഴി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.